എന്തിനാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്റെ ജീവിതത്തിലെ ഈ നല്ല മുഹൂർത്തത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛൻ എന്റെ കൂടെ വേണമെന്ന് മാത്രോ. അച്ഛന് മക്കളെ പോലെ പ്രിയപ്പെട്ടവളാണ് ഞാനോന്നല്ലേ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. ആ എന്റെ ജീവിതത്തിലെ ഈ നല്ല ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അച്ഛൻ എങ്ങനെയാ മനസ്സ് വന്നേ? അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ ഈ ചടങ്ങ് എനിക്ക് വേണ്ട. എന്താ അച്ഛൻ എന്നോടൊരു വാക്ക് പോലും മിണ്ടാത്ത? എന്നെ അച്ഛൻ അത്രയ്ക്കും വെറുത്തുപോയോ? എനിക്കാരോടും ഒരു വെറുപ്പുമില്ല. പറയാനുള്ളതൊക്കെ എല്ലാരോടും ഞാൻ മുമ്പേ പറഞ്ഞതാ. എന്റെ മാനസികാവസ്ഥ കൂടി എന്റെ മക്കള് കണക്കിലെടുക്കണമായിരുന്നു. അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ കുഞ്ഞാ ഇത്. അച്ഛന്റെ പേരക്കുട്ടിയാ ഇവളുടെ വയറ്റിൽ വളരുന്നേ. എന്റെ അമ്മ ഇതുപോലെ ഗർഭിണിയായിരുന്നപ്പോ അച്ഛൻ വളകാപ്പ് ചടങ്ങ് നടത്തിയതല്ലേ. അന്ന് ആരെങ്കിലും അത് നിഷേധിച്ച അച്ഛനത് അംഗീകരിക്കുമായിരുന്നോ? ആരെങ്കിലും എന്തെങ്കിലും ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് ആ കുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ അച്ഛനെന്ന് എന്ത് ചെയ്യുമായിരുന്നു? ഉത്തരവില്ല അല്ലേ? ഇവിടെ നടന്നതും നടക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെച്ച് ദോഷത്തിന്റെ കിരീടം ചാർത്തി പലരും. ആ കുഞ്ഞിന്റെ അച്ഛനെന്ന നിലയിൽ എന്റെ സങ്കടം ആരെങ്കിലും മനസ്സിലാക്കിയോ? ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച അമ്മയുടെ സങ്കടം എന്തേ ആരും മനസ്സിലാക്കാതെ പോയി? സ്നേഹയുടെ പ്രഗ്നൻസി മുതൽ കമ്പനിയിലെ തീപിടുത്തം ഉണ്ടായതുവരെ എല്ലാം എന്റെ ഭാര്യയുടെയും ഈ കുഞ്ഞിന്റെയും തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അച്ഛൻ പറയ്, ഈ കുഞ്ഞിനോട് ഞാൻ കാണിക്കേണ്ട കടമയല്ലേ ഈ വളകാപ്പ് ചടങ്ങ്? അച്ഛൻ അച്ഛന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള അവകാശം എനിക്കില്ലേ? അതുമാത്രമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ.